ഹായ് ഫ്രണ്ട്സ്. വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവം മാമാങ്കം. മലബാറിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്ന വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൻ്റെ ചില കാഴ്ചകളിലൂടെ നമുക്ക് പോകാം. പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ച് പങ്കെടുത്തൊരു ഉത്സവം, ഇതുപോലെ ഒരു ചിരിയും സന്തോഷവും ഇനി വയനാടിനുണ്ടാവും. അത്രയും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ വയനാടിനുണ്ടായിട്ടുള്ളത്. അതിൽ നിന്നും രക്ഷപ്പെടാനും കരകയറാനും എത്ര കാലമെടുക്കുമെന്ന് എനിക്കറിയില്ല. ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തൊരു ഉത്സവമായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകളും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വയനാട്ടിലുള്ള വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് ആദിപരാശക്തിയാണ് കേട്ടോ. അതായത് പ്രധാനമായിട്ടും ദുർഗ, ഭദ്രകാളി എന്നീ ഭാവങ്ങളിലാണ് വള്ളിയൂരമ്മനെ എല്ലാവരും ആരാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വയനാട്ടിലെ ആദിവാസി സമുദായങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ഈ ഭഗവതി ക്ഷേത്രം. ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൽപ്പറ്റയിൽ നിന്നും 24 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്നും 31 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും 5 കിലോമീറ്ററുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് മാനന്തവാടിയിലായിരുന്നു. ഞങ്ങൾക്ക് അടുത്തായിരുന്നു കേട്ടോ ഈ അമ്പലം. മീനം 1-നാണ് ഉത്സവം കൊടിയേറുന്നത്. അതായത് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട്. അതുപോലെ തന്നെ വയനാട്ടിലുള്ള എല്ലാ ആദിവാസികളുടെയും ഏറ്റവും വലിയ ഒത്തുചേരലാണ് ഈ ഉത്സവം. അപ്പോൾ അവർക്കാണ് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചടങ്ങുകളും നിർവഹിക്കാനുള്ള അധികാരമുള്ളത്. അതായത് ഇവരുടെ ആദിവാസി മൂപ്പൻ കൊണ്ടുവരുന്ന നീളമുള്ള മുളന്തണ്ടിലാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടക്കുക. മാത്രമല്ല കൊടിയേറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉത്സവം തുടങ്ങി 7ാമത്തെ ദിവസമാണ് കൊടിയേറ്റം ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ഉത്സവം കഴിഞ്ഞ് 7ാമത്തെ ദിവസമാണ് കൊടിയിറക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ 14 ദിവസം വയനാട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ട്രാഫിക്കായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. കാണാനും നല്ല ഭംഗിയാണ് കാഴ്ചകളൊക്കെ. ഇക്കഴിഞ്ഞ ഉത്സവത്തിന് എല്ലാവരും എത്ര സന്തോഷത്തോടെയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുപോലെ എല്ലാവരും സന്തോഷത്തോടെ ആ മുഖത്തെ ചിരി മായാതെ ഇനി എല്ലാവർക്കും ഒത്തുകൂടാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എല്ലാം മറന്ന് അതിജീവിക്കാനുള്ള ശക്തി സർവേശ്വരൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ. Tapi udah tapi എന്തേ എന്താ വേണ്ടേ? ഏറ്റവും പറഞ്ഞേ എല്ലാവർക്കും